വിശുദ്ധ ഖുർആൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സ്വഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊരു യാത്രാ സംഘം ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല. അബൂ സഈദ് ഖുദ്രി തങ്ങൾ പറയാം, ഫമറൂ ബിതരീഖിഹിം അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്. അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു, ഹൽ ഫീകും റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം, ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 30 ആടുകളെ തരാം. 30 ആടുകൾ മതിയെന്ന് ചോദിച്ചു. മതി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് 7 പ്രാവശ്യം ഊതി കൊടുക്കുകയും ചെയ്തു. ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു. 30 പറഞ്ഞ പോലെ 30 ആടുകളെ അവർക്ക് കൊടുത്തു. ഈ സംഭവം വെറൊരു ചരിത്രമല്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത്. 30 ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കണ്ടേ? നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, ഇങ്ങനെ സംഭവിച്ചു റസൂലേ, അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ. കാരണം എന്താണെന്നറിയോ? ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതാ ഭക്ഷണല്ലേ, ഭക്ഷണം. അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമുഅക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അത് ഈ കാഴ്ചപ്പാടാണ്, അത് ശരിയായൊരു കാഴ്ചപ്പാടാണത്. അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ, വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം. മൂസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത്. അവിടെ ഖദർ നബി ഖദർ നബി പൊളിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കിയപ്പോ മൂസ നബിയോട് ചോദിച്ച ചോദ്യം എന്താണ്? മൂസ നബിയെ, അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നോ? നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ. കാശിന് വാങ്ങിച്ചുകൂടെ എന്നല്ല അവിടെ വിഷയം. ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ, ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്, യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ്. അത് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. മുത്തനബിയെ, ഞങ്ങൾ അവരോട് അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു. ഇല്ലാ ബിജുഅലിൻ തജഅലൂനഹു ലനാ എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 30 ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ. സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തു നബിയെ. അല്ലാഹു ശിഫ കൊടുത്തു. ഇത് പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വമാ അദ്റാക അന്നഹാ റുഖിയ, ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ. നിങ്ങൾ ചെയ്തത് ശരിയാണ്. യഖ്തസിമു, 30 ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ. വജഅലൂ ലീ മഅകും സഹ്മാ, അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബത്തിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട്. മരിച്ചവരെടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയും. തെളിവതാ പറയാം. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനല്ലേ ഖുർആൻ ആണ്. അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് മാത്രമാണോ? അല്ല. ഖുർആൻ തബറുക്കുമുണ്ട്. ഖുർആൻ ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആൻ പഠിക്കാതിരിക്കണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഖുർആൻ പഠിക്കണം, ഖുർആന്റെ വ്യാഖ്യാനം അറിയണം. പക്ഷെ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട്. അങ്ങനെയാണ്. ഖുർആൻ അറിയാതെ, അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്.
അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ഹിഫ്ള് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു. നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ വിശുദ്ധ ഖുർആൻ ശിഫയായിട്ടും റഹ്മത്തായിട്ടുമാണ് ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക്. മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ്. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശിഫ ഉണ്ട് എന്നല്ല, ഖുർആൻ എന്നത് മുഴുവൻ ശിഫയും റഹ്മത്തുമാണ്. ഇനി ഇത് ബറക്കത്തുണ്ടെന്ന് ബോധ്യമായി. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ? മരിച്ചവർക്ക് ഓതിയ ബറക്കത്ത് കിട്ടൂലേ? ജീവിച്ചിരിക്കുന്നവർക്ക് ബറക്കത്ത് കിട്ടുന്ന ബോധ്യമായി. ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ് ഫാത്തിഹ ഓതി കൊടുത്തു, ബറക്കത്തുമായി ശിഫയുമായി. അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾക്കും സഹാബികൾക്കും 30 ആടുകളെയും കൊടുത്തു, സമ്മാനമായി കൊടുത്തു. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ? കിട്ടില്ല എന്ന് എങ്ങനെ പറയും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഥറടക്കം മുഹാജിരീങ്ങളും സ്വഹാബിമാരായ അൻസാരികളും ചെയ്തിരുന്ന ഒരു നന്മയാണിത്. തെളിവ് ഒന്ന്, ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിൽ കിതാബുൽ ജനായിസിൽ ഒരു ബാബ് കൊണ്ടുവരുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി ആ പേജിന് ഹെഡിങ് കൊടുത്തത് ബാബ് ഖിറാഅത്തിൽ ഖുർആൻ ഇൻദൽ ഖുബൂർ. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി 4ാമത്തെ വോള്യത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ 56ാമത്തെ പേജ്, ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജാമിഇൽ അവരുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിലും ഈ വിഷയം കൊണ്ടുവന്നു. യാ അല്ലാഹ്, 200ഓളം പേജുകളുള്ള കിതാബാണ് ഇമാം ഖല്ലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ആ കിതാബിലെ അവസാന ഭാഗം 190ാമത്തെ പേജ്. ഇമാം ഖല്ലാൽ എന്നവർ പറയുന്നു, ഇമാം ഖല്ലാൽ എന്നവരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ. ഹംബലി മദ്ഹബ് എന്ന് പറയില്ലേ, ഗൾഫ് നാടുകളൊക്കെ ഹംബലി മദ്ഹബാണ്. ഈ ഹംബലി മദ്ഹബുകാരും ഖുർആൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നവരാ. അതാണ് ഇതിന്റെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്, ഹംബലി മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ, ഹിജ്റ 311 വഫാത്തായ പണ്ഡിതൻ. ഇമാം ഖല്ലാൽ എന്നവരെ അബ്ബാസ് ഇബ്നു മുഹമ്മദ് ദൗരി എന്നവരെന്ന് ഉദ്ധരിക്കുന്നു. ഖാല ഖുൽതു ലി യഹ്യ ഇബ്നു മഈൻ, മഹാനായ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ഞാൻ ചോദിച്ചു. യഹ്യ ഇബ്നു മഈൻ എന്നവരെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം, മുസ്നദ് എന്ന ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശം, ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശമാണ് മുസ്നദ്. ആ മുസ്നദിന്റെ രചയിതാവാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇറാഖുകാരനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. അവരുടെ കൂട്ടുകാരനാണ് യഹ്യ ഇബ്നു മഈൻ. ഇവരൊക്കെ അലാമുൽ ഉമ്മ, ഉമ്മത്തിലെ ഇൽമിന്റെ പർവ്വതങ്ങളാണ്. മഹാനായ യഹ്യ ഇബ്നു മഈൻ എന്നവരോട് ചോദിക്കാൻ, എന്താ ചോദിച്ചത്? യഹ്യ ഇബ്നു മഈനെ حدثني مبشر الحلبي عن عبد الرحمن بن العلاء بن اللجلاج عن نبيه أنه قال, മഹാനായ മുബശ്ശിറുൽ ഹലബി എന്ന സിഖത്തായ പണ്ഡിതൻ, സത്യസന്ധനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നിവരെന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു, ഇദാ മിത്തു, മക്കളെ ഞാൻ മരിച്ചാൽ വവദഅതുമൂനി ഫിൽ ലഹദി, എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഫഖൂലു, നിങ്ങൾ പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ മയ്യത്ത് മറവിയുമ്പോൾ പറയാ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇത് പറഞ്ഞിട്ടാ വെക്കേണ്ടത്. ആര് വസിയത്ത് ചെയ്യാ? മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കളോട് പറയാൻ, താബിഇയാൻ. എന്നിട്ട് സുമ്മ സന്നു അലയ്യ തുറാബ സന്നാ, നിങ്ങൾ എന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ മെല്ലെ മണ്ണ് വാരി ഇടണേ, ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത്. മയ്യത്തിന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടാവൂ. കാരണം എന്തെന്നറിയോ? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ മയ്യത്തിന് വേദനയുണ്ട്.
ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ, ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ, അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യിത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ. മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവര് മക്കളോട് പറയുകയാണ്, മക്കളെ, എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം, മെല്ലെ മണ്ണ് വാരിയിടണം. വഖറഉ ഇൻദ റഅസി ബിഫാത്തിഹത്തിൽ ബഖറത്തി വഖാതിമതിഹാ. എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ. അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആമന റസൂലു, ആദ്യ ഭാഗം അലിഫ് ലാം മീം മുതലുള്ള ആദ്യ ഭാഗം നിങ്ങൾ ആ ഖുർആൻ ഓതണേ. ഫഇന്നി സമിഅതു ഇബ്നു ഉമർ, നോക്കണം, എന്റെ ഗുരുനാഥൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. മഹാനവറുകൾ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ. കാന യൂസി ബിദാലിക വയസ്തഹിബ്ബുഹു. ഇബ്നു ഉമർ എന്നവർക്ക് അത് ഇഷ്ടമായിരുന്നു, അവരങ്ങനെ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്വഹാബിയാണ് ചെയ്യുന്നത്. ഇബ്നു ഉമർ എന്നവരെ ഞാൻ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ആദ്യമാണ് ഇബ്നു ഉമർ എന്നവരെ സിയാറത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ മഖാം അവിടെ മക്കയിലാണ്. മഹാനോട് സിയാറത്ത് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കെട്ടിനകത്ത്, അവിടെ ഖബർ അവിടെയാണ്. ശുഹദാ, മക്കയിലെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശം. മഹാനവറുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാരെ വസിയത്ത് ചെയ്യാൻ. എന്തിന്? ഞങ്ങൾ മരിച്ചാൽ ഖബറിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതണം. നമ്മൾ പറയാ ബിദ്അത്താണ്. എത്ര വലിയ ദുരന്തമാണ് മുഅ്മിനേ ഇതൊക്കെ. നമ്മൾ പറയും ബിദ്അത്താണ്. ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്കും മുസാഫ് ഇവിടെ നിന്ന് പോയിക്ക്, ഇവിടെ ഓതാൻ പാടില്ല, ഇത് ബിദ്അത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന മുത്തബിഉസ് സുന്ന, ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണിത്. മുത്തബിഉസ് മുഹിബ്ബുസ് സുന്ന, ഹബീബിന്റെ സുന്നത്തിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരു സ്വഹാബി ഉണ്ടാവില്ല. ആ മഹാൻ പറയാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിനടുത്ത് ഖുർആൻ ഓതണം എന്ന് വസിയത്ത് ചെയ്യാറുണ്ട് മഹാനായ ഇബ്നു ഉമർ എന്നവർ. ആര് പറയാ? മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഉമർ എന്നവരുടെ ശിഷ്യൻ, താബിഈയായ മഹാനായ പണ്ഡിതൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ആളാണ്. സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുഹാജിറായ സ്വഹാബിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം നബി തങ്ങളുടെ അദ്കാറിലെ 137ാമത്തെ പേജ്, ഇസ്നാദുഹു ഹസനുൻ, ഈ സംഭവത്തിന്റെ സനദ് ഹസനാൻ. മഹാനായ അല്ലാമ അൽ ഇമാമുൽ ഹൈതമി മഹാനവരുടെ മുജ്മഇൽ 3ാമത്തെ വോള്യം 44ാമത്തെ പേജിൽ, റിജാലുഹു മൗസൂഖൂൻ, ഈ സനദിൽ വന്ന മുഴുവൻ ആളുകളും യോഗ്യരായ ആളുകളാണ്. ഇത് ദഈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇമാം ബൈഹഖി തങ്ങളുടെ സുനനുൽ കുബ്രയിലും മഹാനായ ഇമാം അത്ബറാനി തങ്ങളും ഒക്കെ ഈ ഹദീസ്, ഈ സനദ്, ഈ അസർ സ്വഹീഹാൻ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചെയ്തതാണിത്. ഇത് മാത്രമല്ല, മുഹാജിറുകളായ ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം. മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ്, ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിന്റെ ഏറ്റവും കർക്കശമായും മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാനവറുകളുടെ ജാമിഇൽ, അതുപോലെ തന്നെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിൽ മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം എന്നവർ പോലും ഈ വിഷയം മഹാനായ ഇമാം ഖല്ലാലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുർ റൂഹിൽ 10ാമത്തെ പേജിൽ ഖാല ശഅബി, ഇമാം ശഅബി തങ്ങൾ പറയാ, വകാനൽ അൻസ്വാർ, അൻസ്വാരികൾ, ഇദാ മാത ലഹും മയ്യിതുൻ, അൻസ്വാരികൾക്ക് ഒരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ, യഖ്തലിഫൂന ഇലാ ഖബ്രിഹി, ഓരോരുത്തരായ ഖബറിന്റെ അരികത്തേക്ക് ചെല്ലും, ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, ആ മയ്യിത്തിന്റെ അരികത്ത് നിന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ. ഇമാം ശഅബി തങ്ങൾ പറയാ, അൻസ്വാരികളുടെ ശീലമായിരുന്നു. യുഎഇക്കാർക്കറിയാം, മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ, യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ, അദ്ദേഹം വഫാത്തായത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2004-ലാണ്.
2004 അവിടെ മുതൽ ഇന്നേ വരെ 10-14 കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അവര് കവർ കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാ അല്ലാ നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാ നമ്മുടെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നാളെ മജ്ലിസുൻ നൂർ ഉണ്ട്. അൽഹംദുലില്ലാ ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യമായും സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബ്. സദഖ ചെയ്തോളി. കൊടുക്കുമ്പോൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് നിയത്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സദഖ ചെയ്ത കൂലി അവർക്ക് കിട്ടും, നിങ്ങൾക്കും അതേ കൂലി കിട്ടും. അല്ലാഹു വലിയ ഔദാര്യവാനാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി ഉസ്താദ് ഇവിടെ എഴുതി തന്നിരിക്കുക. ഖുർആന്റെ തഅരീഫ് എന്നെ പഠിച്ചാൽ മനസ്സിലാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മുത്തനബി തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം. ഖുദ്സിയായ ഹദീസുണ്ട്, അത് ഖുർആൻ പോലെയല്ല, അത് നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. നേരെമറിച്ച് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം, അതിനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുതഅബ്ബദു ബിതിലാവതിഹി, അത് ഓതലും ഒരു പുണ്യമാണ്, ഓതൽ ഒരു ഇബാദത്താണ്, അത് ബറകത്താണ്. അപ്പോ ഇമാം ശഅബി തങ്ങൾ പറയുന്നത് കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ. ആരാ ഇബ്നുൽ ഖയ്യിം ജൗസിയ എന്ന് പറഞ്ഞത്? ലോകത്തെ എല്ലാ ബിദ്അത്തിന്റെ സംഘടനകളും ഉദ്ധരിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ്യ. അല്ലാമ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന്റെ പേരിൽ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും എന്ന് മാത്രം. അദ്ദേഹം ആലിമാണ്, യാതൊരു സംശയമില്ല, പണ്ഡിതനാണെന്ന് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബിദ്അത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, അഹ്ലുസുന്നയുടെ ആലിമാണ്. ഇബ്നുൽ ഖയ്യിം എന്നവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബുർ റൂഹ്, ആത്മാക്കളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ കൊണ്ടുവരാൻ വകാനൽ അൻസ്വാറു ഇദാ മാത ലഹും മയ്യിതുൻ യഖ്തലിഫൂന ഇലാ ഖബ്രിഹി. ഒരു മയ്യിത്ത് മരിച്ചാൽ ആളുകൾ ഊഴമായി ആ മയ്യിത്തിന്റെ ഖബറിൽ വെച്ച് ദുആ ചെയ്യുമായിരുന്നു, ഖുർആൻ ഓതിയിട്ട്. ഖുർആൻ ഓതുമായി ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, അദ്ദേഹം ആ മരിച്ച മയ്യിത്തിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതുമായിരുന്നു. അതാണ് നമ്മൾ ഖത്തം പുര കെട്ടുക എന്ന് പറയാ. ഖത്തപ്പുര എന്ന് പറയില്ലേ? ഖുർആൻ ഖത്തം തീർക്കുക, ഖുർആൻ മുഴുവനായിട്ട് ഓതുക. ഒരു ഉസ്താദ് ഒന്ന് ഓതും, കഴിഞ്ഞ അടുത്ത ഉസ്താദ്, പിന്നെ വേറെ മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ മാറി ഓതുക. അതിനാണ് യഖ്തലിഫൂന എന്ന് പറയാ. ഇത് ആര് ചെയ്തിരുന്ന പണിയാ? അൻസ്വാരികൾ ആരാ? ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ. നമ്മൾ പറയാ ബിദ്അത്താണ്, നമ്മൾ പറയാ ഖത്തപ്പുര ബിദ്അത്താണ്, അവിടുന്ന് ഖുർആൻ ഓതൽ ബിദ്അത്താണ്. അൻസ്വാരികൾ ഇതൊക്കെ ചെയ്തത് ബിദ്അത്താണോ? ആര് പറഞ്ഞു അൻസ്വാരികൾ ചെയ്തു എന്ന്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ കിതാബുർ റൂഹിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. യാ അല്ലാഹ്, ഇബ്നു തൈമിയ്യ തന്നെ ഈ വിഷയം ഉദ്ധരിച്ചു. ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ, അത് ഞാൻ പറയുന്നത് ബിദ്അത്തുകാര് ഇമാം ഷാഫി തങ്ങൾ അംഗീകരിക്കാത്ത വളവന്മാര് ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ സ്വീകരിക്കും. ഇമാം ഷാഫിയുടെ മദ്ഹബ് ഇന്നതാ, എന്ത് ഷാഫി മദ്ഹബ്, ഞങ്ങൾക്കതും പറ്റൂല. ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞു, അബു ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫി ഇമാമോ? ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തേ അറിയുള്ളൂ. ഓക്കേ. മാലിക് ഇമാം, എന്ത് മാലിക് ഇമാം എന്ന് പറയുന്ന ആളുകൾ ആരംഗീകരിക്കും? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ സംഘടനക്കാണ് വഹാബിസം എന്ന് പറയുന്നത്. ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ആശയമാണ് സലഫിസമായിട്ട് അംഗീകരിക്കുന്നത്. ഇവരൊക്കെ അവരംഗീകരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇബ്നു ബാസിന്റെ ഫത്വ അംഗീകരിക്കുന്നു പറയും, അല്ലെങ്കിൽ ഇബ്നു ഉസൈമീന്റെ ഫത്വ അംഗീകരിക്കും. അപ്പൊ അത് തഖ്ലീദാണ്. അവർ ഈ കാലഘട്ടങ്ങൾ, അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ ആളുകൾ അംഗീകരിക്കുന്നു. നമ്മൾ ഹിജറയുടെ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അവരംഗീകരിക്കും, അവര് പിൻഗാമികൾ അംഗീകരിക്കുന്നു. ഈ പിൻഗാമികളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയുടെ 24-ാമത്തെ വോള്യം 298-ാമത്തെ പേജ്. ഞാൻ പറയണെന്ന് വെച്ചാൽ വേഗം നോക്കിക്കോട്ടെ, നോക്കി മനസ്സിലായിക്കോട്ടെ.
എന്താ പറയുന്നത്? അൽ ഖിറാഅതു ഇൻദ ദഫ്നി സാബിതത്തുൻ ഫിൽ ജുംലതി അനി സ്വഹാബ. മരണപ്പെട്ട മയ്യിത്തിനെ മറവ് ചെയ്താൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതണം എന്ന് പറയുന്നത് സാബിതത്തുൻ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഫിൽ ജുംല, മൊത്തത്തിൽ അനി സ്വഹാബ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ്. വഖദ് ഔസാ ബഅദുഹും അൻ യുഖറഅ ഇൻദഹു സൂറത്തുൽ ബഖറ. ചില ആളുകൾ സ്വഹാബികളിൽ മുൻഗാമികളിൽ ചില ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടാൽ ഖബറിന്റെ അരികത്ത് സൂറത്തുൽ ബഖറ ഓതണം എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആര് പറഞ്ഞു? നിങ്ങൾ അംഗീകരിക്കുന്ന ആളല്ലേ. എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇത് ബിദ്അത്തല്ല? അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ബിദ്അത്ത് എന്ന് പറയല്ലേ, വലിയ വിഷമമുണ്ട് കേൾക്കുമ്പോൾ. മുസ്ലിമീങ്ങളെ കാഫിര്യങ്ങളാക്കുക, ഒരു കാഫിര്യങ്ങളാണ്, ഒരു മുശ്രിക്കീങ്ങളാണ്. മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് മുശ്രിക്കുകളുടെ പള്ളി എന്ന് പറയാ, സുന്നികളായ ആളുകൾ ഇമാമ് നിൽക്കുമ്പോൾ ജമാഅത്ത് ശരിയാവില്ല എന്ന് പറയാ. ഇതൊക്കെ എത്ര മോശമാണ്. ഈ ഉമ്മത്തിന് അഹ്ലുൽ ഖിബ്ലയല്ലേ മിനിമം. നമ്മൾ അഹ്ലുൽ ഖിബ്ലയെ നമ്മൾ ഇങ്ങനെ വേർതിരിക്കാൻ പാടുള്ളതാണോ? ദീനിനോടുള്ള ഹമിയത്തും ഇസ്ലാമിനോടുള്ള ആവേശമൊക്കെ ആയിരിക്കാം ഇതിന് കാരണം. പക്ഷേ പ്രമാണങ്ങൾ ഉള്ളതിനെ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾ ചെയ്തോളി എന്നല്ലേ പറയണത്. ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്ത് മുബ്തദിഅകൾ എന്ന് പറയരുത്. ഇബ്നു തൈമിയ്യ വരെ മരിച്ചു കിടക്കുന്ന മനുഷ്യനെടുത്ത് ഖുർആൻ ഓതൽ ഇസ്ലാമിൽ സ്വഹാബികൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ പത്രം വായിക്കൽ അവിടെ നല്ലതെന്ന് പറയാം? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ. നമ്മുടെ നാടുകൾ ചില ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ. ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് പത്രം വായിക്കാൻ. പത്രത്തിന്റെ പേരും പറഞ്ഞു, ഞാൻ അത് പറയാതിരിക്കാൻ. പത്രത്തിന്റെ പേര് പറയും, ആ പത്രം വായിക്കലാ നല്ലത് ഖുർആൻ ഓതുന്നതിനേക്കാളും. ഇതൊക്കെ പറയണമെങ്കിൽ അനൽപമായ വിഡ്ഢിത്തം വേണം കയ്യിൽ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുകയോ ഈ ഉമ്മത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയോ. അതുകൊണ്ട് ചെറുപ്പക്കാർ കേൾക്കാൻ നല്ല രസമുണ്ടാവും ബിദ്അത്തിന്റെ വർത്തമാനങ്ങൾ, നല്ല ലോജിക്കായിട്ട് തോന്നുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ, മഹാന്മാരായ സമസ്തയുടെ പന്ഥാവിൽ കഴിഞ്ഞു പോയവര്, അല്ലെങ്കിൽ വേറെ സംഘടനകളെ, ഏതെല്ലാം ലോക രാജ്യങ്ങളിലെ ആലിമീങ്ങൾ, ഇവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഖുർആനും ഹദീസും തിരിഞ്ഞിട്ടുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവരൊന്നും പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവിന്റെ ദീനിനെ ചെറുതായി കാണരുത്. ഈ ഉമ്മത്തിനെ നിങ്ങൾ കാഫിറുകളും ബിദ്അത്തുകാരുമാക്കരുത്. പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ. ഖുർആൻ ഓതൽ സാബിതത്തുൻ അനി സ്വഹാബ. ഇബ്നു തൈമിയ്യ പറയാ അവരുടെ ഫതാവൽ മജ്മുഉൽ ഫതാവയിൽ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബിമാരിൽ ചിലർ ഞാൻ മരിച്ച എന്റെ ഖബറിന്റെ അടുത്ത് സൂറത്തുൽ ബഖറ, 2 ജുസ്ഇലേറെ ഉള്ള സൂറത്തുൽ ബഖറ മുഴുവൻ ഓതണമെന്ന് വസിയത്തും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാത അഹദുകും ഫലാ തഹ്ബിസൂഹു. നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മറവ് ചെയ്യാതെ പിടിച്ചു വെക്കരുത്. വലാ തുഅഖിറൂഹു അൻ ഖബ്രിഹി. ആ മനുഷ്യന്റെ ഖബറിലേക്ക് അവരെ കൊണ്ടുപോകാതെ നിങ്ങൾ പിന്തിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യണം. فإذا دفنتموه നിങ്ങൾ മരണപ്പെട്ടവരെ മറവ് ചെയ്താൽ فليقرأ عند رأسه بفاتحة الكتاب. മരിച്ച മയ്യത്തിനടുത്ത് ഫാത്തിഹ ഓതണം. وعند رجليه കാലിന്റെ അരികത്ത് വെച്ച് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതണേ എന്ന ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഹാജിറുകളും അൻസ്വാരികളും പറഞ്ഞതിൽ പിന്നെ ഹബീബായ നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് വരുന്ന വിഷയമാണ്. പക്ഷേ ഈ ഹദീസിന്റെ റിവായത്തിൽ ഫി ഇസ്നാദിഹി ദുഅഫുൻ, ഈ ഇസ്നാദിൽ ഒരു ദഈഫായ ഒരു വശം ഇതിൽ വരുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം. അതിൽ യഹ്യ ഇബ്നു അബ്ദുല്ലാഹിൽ ബാബൽചി എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സിഖത്തല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ ഹദീസ് ധാരാളമായിരുന്നു. പക്ഷേ സംവാദത്തിന് പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ഈ വിഷയത്തിന് നിബിധങ്ങൾ ഇത് പറഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ഈ ഹദീസ് മൗദൂ ആണെന്നോ എന്നൊന്നും അതിനർത്ഥമല്ല. ദുഅഫുള്ള ഒരു ഹദീസാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇബ്നു ഷാഹീൻ നമ്മുടെ കിതാബുൽ ഖുബൂറിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഇത് അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ദഈഫ് പറഞ്ഞെന്ന് പറയണ്ട. ഇബ്നു തൈമിയ്യ അംഗീകരിക്കുമല്ലോ, അദ്ദേഹം സംബന്ധിച്ച വിഷയമാണ്. നമ്മുടെ ഇമാമികളൊക്കെ എന്ത് പറഞ്ഞു? ഇമാം ഷാഫിഈ തങ്ങൾ എന്ത് പറഞ്ഞു? ഖബറിന്റെ അടുത്ത് ഓതാൻ പറ്റിയ ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ മഖാമുകളിൽ യാസീനും മുസ്ഹഫൊക്കെ സൂക്ഷിക്കും. എന്തിന് ഖുർആൻ ഓതാൻ? അവിടെ നിന്ന് വേറെ അനാവശ്യ വർത്തമാനം പറയരുത്. അവിടെ ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം. അതൊക്കെ എല്ലാ നമ്മൾ ചെയ്യുന്ന നന്മകളും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം. അതിനൊന്നും ഒരു വിരോധവുമില്ല. ഇമാം ഷാഫിഈ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? റഹ്മത്തുള്ളാഹി അലൈഹി.
ഇമാം ഷാഫിഈ തങ്ങൾ കിതാബുൽ ഉമ്മിൽ ഒന്നാമത്തെ വോള്യം 282 പേജ്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ, ആരാ ഇമാം ഷാഫിഈ തങ്ങൾ? ഫഖീഹുൽ മുഹദ്ദിസീൻ വ മുഹദ്ദിസുൽ ഫുഖഹാ, അങ്ങനെ പറയാം. ഫഖീഹുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ ഫഖീഹാൻ, ഫുഖഹാക്കളിലെ ഹദീസ് പണ്ഡിതനാണ്. ഇത് രണ്ടും കൂടെ ഒത്തുകൂടിയ ആളുകൾ നമ്മുടെ ചരിത്രത്തിൽ കുറവാണ്. ഒരേ സമയത്ത് ഫഖീഹും ഹദീസ് പണ്ഡിതനുമാവുക, ഇത് അവരുടെ നേതാവാണ് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ. അവർ പറയാവോ, ഉഹിബ്ബു അൻ യുഖറഅൽ ഖുർആനു ഇൻദൽ ഖബ്രി വഅൻ യുദആ ലിൽ മയ്യിതി, മരിച്ച മയ്യിത്തിന്റെ അരികത്ത് വെച്ച്, ഖബറിന്റെ അരികത്ത് വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ്, പുണ്യമാണ്, അത് നല്ലതാണ്, അത് എനിക്ക് ഇഷ്ടമാണ്. വഅൻ യുദആ ലിൽ മയ്യിതി, ഖുർആൻ ഓതിയിട്ട് മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുകയും വേണം, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ മദ്ഹബിലെ, ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാൻ, അതിലേറ്റവും ആധികാരികമായി സംസാരിക്കാൻ അവകാശമുള്ള പണ്ഡിതൻ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ അദ്കാറിലും മജ്മൂഇലും കിതാബുർ റൗളയിലും മഹാനായ ഇമാം നവവി തങ്ങൾ എന്താണ് ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നസ്സ ഷാഫിഈ അലാ അന്നഹു യുസ്തഹബ്ബു ഖിറാഅത്തുൽ ഖുർആൻ ഇൻദ അദ്ഫനി, ഒരു മയ്യിത്തിനെ മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ് എന്നാണ് ഷാഫിഈ ഇമാമിന്റെ മദ്ഹബ്. വവാഫഖഹു ജമീഉൽ അസ്ഹാബി അലാ ദാലിക, ഇമാം ഷാഫിഈയുടെ അസ്ഹാബുകൾ മുഴുവൻ ആളുകളും അതിനെ യോജിച്ചിട്ടുണ്ട്. വലൗ ഖറഅൽ ഖുർആന കുല്ലഹു കാന ഹസന, മയ്യിത്തിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ജുസ് ഓതുക മാത്രമല്ല വേണ്ടത്, ഖുർആൻ മുഴുവൻ ഓതുകയാണെങ്കിൽ അതാണ് നല്ലത്. ഖുർആൻ ഖത്തം തീർക്കണം, മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഖത്തം തീർക്കുക, അതാണ് ഖത്തപ്പുര കെട്ടുക എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഖത്തം തീർക്കലാണ് പുണ്യം എന്ന് ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിനെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കിതാബുൽ അദ്കാറിൽ 137 പേജിൽ കാണാൻ കഴിയും. കിതാബുൽ മജ്മൂ എടുത്തു നോക്കിയാൽ അവിടെ കാണാം 311 പേജിൽ. റൗളത്തുൽ ത്വാലിബീൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 2-ാം വോള്യം 139 ഈ വിഷയം അംഗീകരിച്ച് വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബിന്റെ ഇമാം, ഹനഫി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥമാണ് റദ്ദുൽ മുഹ്താർ അല ദുർരിൽ മുഖ്താർ എന്ന് പറഞ്ഞ ഗ്രന്ഥം. മഹാനായ ഇബ്നു ആബിദീന്റെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ എന്നറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതൻ ഇബ്നു ആബിദീൻ രചിച്ച 8560 പേജുള്ള ഗ്രന്ഥമാണ്. എത്ര? 8560 പേജ്. ഒരു കിതാബിന്റെ പേജാണ് 8560 പേജുകളുള്ള മഹാനായ ഇബ്നു ആബിദീൻ എന്ന ഹനഫി മദ്ഹബിലെ ആധികാരികതയുള്ള പണ്ഡിതൻ മഹാനവറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു, ഖാലൽ ഹനഫിയ ثم يقرأ ما تيسر من القرآن, ഒരു മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഓതണം. ثم يدعو, എന്നിട്ട് ദുആ ചെയ്യണം. وإنما يقرأ القرآن قبل الدعاء, ഖുർആൻ ഓതിയതിന്റെ ശേഷമാണ് ദുആ ഇറക്കേണ്ടത്. മിൻ അജലി അൻ തൻസിലൽ ബറകത്തു വറഹ്മത്തു ഫീ ദാലികൽ മകാൻ, ഒരു മയ്യിത്ത് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടെ വെച്ച് ഓതിയാൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തും ബറകത്തും ഇറങ്ങാൻ വേണ്ടിയാണത്. അതുകൊണ്ട് ഖബല ദുആഇഹി, ദുആ ചെയ്യുന്നതിന് മുമ്പ് ഖുർആൻ ഓതണം എന്ന്, അത് സുന്നത്താണ്, പുണ്യമാണെന്ന് ഹനഫി മദ്ഹബിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു ആബിദീൻ അവരുടെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ വളരെ മനോഹരമായി വിവരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയാ ബിദ്അത്താണ്. മഹാനായ മാലിക്കി ഇമാമിന്റെ മാലിക്കി മദ്ഹബിലെ ഇമാമിങ്ങൾ, മാലിക്കി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞൊരു പണ്ഡിതനാണ്. ഇമാം മാലിക്കി എന്നവരെ മരിച്ച മയ്യിത്തിന്റെ അരികത്ത് ചെന്ന്, ഖബർസ്ഥാന്റെ അരികത്ത് ചെന്ന് മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക് എന്നവരുടെ വ്യക്തിപരമായ ഒരൊറ്റ അഭിപ്രായം മാത്രമാണ്. മാലിക് എന്നവരെ പറയുന്നത് അവിടെ ചെല്ലുന്നത് ആഖിറം ഓർക്കാനാണല്ലോ, അവിടെ ചെല്ലുന്നത് മയ്യിത്തിന് വേണ്ടി ദുആ ഇറക്കാനും, ആ മയ്യിത്ത് ഖബറിലേക്കായ പോലെ ഞാനും ഖബറിലേക്ക് വരാൻ പോകുന്നു, ഞാനും മണ്ണായി പോകാൻ പോവുകയാണ്, ഞാനും പുഴുവരിക്കുന്ന ശരീരമാകാൻ പോകുന്നു എന്ന് ഓർക്കാനാണല്ലോ.
അവിടെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ചിന്തിക്കേണ്ടതാണ്, ഖുർആൻ ആലോചിക്കേണ്ടതാണ്, ഖുർആൻ ചിന്തിച്ചോതേണ്ടതല്ലേ. അവിടെ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചാകുമ്പോ ഖുർആന്റെ ചിന്തയും മരണചിന്തയും രണ്ടും കൂടെ സാധ്യമാകില്ലല്ലോ. അതുകൊണ്ട് വേണ്ട എന്ന് മാത്രമാണ് ഇമാം മാലിക് എന്നവർ പറഞ്ഞത്. എന്നാൽ മാലികി മദ്ഹബിലെ പ്രാമാണികരായ പണ്ഡിതന്മാർ, ഇമാം ദസൂഖി എന്നവർ ഹാഷിയത്തു ദസൂഖിയിൽ മഹാനായ ഇബ്നു റുഷ്ദ് തങ്ങളെ കുറിച്ച്, മാലികി ഇമാമിന്റെ പ്രഗൽഭരായ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു, അന്നഹും അജാസു ഖിറാഅത്തുൽ ഖുർആനി അലൽ ഖുബൂർ. മരണപ്പെട്ടവരുടെ അരികത്ത് ചെന്ന് ഖുർആൻ ഓതൽ ജായിസാണ്. അത് തന്നെയാണ് മദ്ഹബിന്റെ അഭിപ്രായം. മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാലികി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഇമാം ദസൂഖി മഹാനവറുകൾ ഹാഷിയത്തിൽ ഈ വിഷയം കൊണ്ടുവന്നു. വഅലാ ഹാദാ അമലുൽ മുസ്ലിമീന ശർഖൻ വഗർബാ. ഭൂമിയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാറുണ്ട്. എന്തായർത്ഥം? മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരുടെ മഖ്ബറകൾ സന്ദർശിക്കുമ്പോൾ യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും. വലാ യുൻകിറു ബഅദുഹും അലാ ബഅദിൻ ദാലിക. അതാരും തെറ്റാണെന്ന് പറയാറില്ല. അങ്ങനെയാണ് ലോകത്ത് നടപ്പുള്ളത് എന്ന് പറഞ്ഞ് ഇമാം ദസൂഖി തങ്ങൾ, മാലികി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളിലേക്ക് വരാം. നാലാമത്തെ മദ്ഹബ്. ഇത്രയല്ലേ ലോകത്ത് പ്രാമാണികമായ മദ്ഹബുള്ളൂ? ഇത്രയല്ലേ നമുക്ക് കൃത്യമായും നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മുടെ മുമ്പിലേക്ക് രേഖകളാൽ സമർപ്പിതമായ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് 4 എണ്ണമല്ലേ ഉള്ളൂ. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ മാലികി ഇമാമിന്റെ അഭിപ്രായം ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ മഹാനായ അഹ്മദ് തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ മരിച്ചതിന് ശേഷം തന്റെ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതണമെന്ന് വസിയത്ത് ചെയ്തു എന്ന ഹദീസ്, എന്ന അഥർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്റെ അഭിപ്രായം മാറ്റുകയും അവർ ഓതിക്കൊള്ളട്ടെ, അത് നന്മയാണെന്ന് പറയുകയും ചെയ്ത മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ, അവരുടെ അഭിപ്രായം മഹാനായ ഇമാം ഇബ്നു ഖുദാമ അൽ മുഗ്നിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2-ാം വോള്യം 125-ാമത്തെ പേജിൽ. വഖദ് റജഅ അൽ ഇമാം അഹ്മദ് അൻ ദാലിക. ഓതാൻ പാടില്ല എന്ന അഭിപ്രായം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പിൻവലിച്ചിട്ടുണ്ട്. റുജൂഅൻ അബാന ബിഹി അൻ നഫ്സിഹി. ഒരിക്കലും തന്റെ അഭിപ്രായം അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ ഓതലാണ് ശരിയെന്ന് ഇമാം അഹ്മദ് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഖുദാമ ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ ഇമാമാണ്. ഹംബലി മദ്ഹബിലെ പ്രഗൽഭമായ ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ് അൽ മുഗ്നി, അതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സംഭവം ഒരു മനോഹരമായ സംഭവമാണ്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ഒരു ഖബർസ്ഥാനിലൂടെ സിയാറത്തിന് വേണ്ടി വന്നപ്പോ ഒരാൾ അവിടെ വെച്ച് ഖുർആൻ ഓതുന്നുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അയാളോട് പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഖുർആൻ ഓതുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബിദ്അത്തുൻ, ഇത് ബിദ്അത്തല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹ്മദ് എന്നവരുടെ ശിഷ്യൻ മുഹമ്മദ് ഇബ്നു ഖുദാമത്തുൽ ജൗഹരി അവർ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താ മുബശ്ശിറുൽ ഹലബിയെ കുറിച്ചുള്ള അഭിപ്രായം? അഹ്മദ് എന്നവർ പറഞ്ഞു, സിഖത്തുൻ, അദ്ദേഹം പ്രാമാണികനാണ്, സത്യസന്ധനാണ്, യോഗ്യനാണ്. കതബ്ത അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ ചോദിച്ചു, യഹ്യ ഇബ്നു മഈൻ, നിങ്ങള് മുബശ്ശിറുൽ ഹലബിയെ സംബന്ധിച്ച് ചോദിച്ചിട്ട് മഹാനായ ഇബ്നു ഖുദാമയോട് ചോദിച്ചു, ഇബ്നു ഖുദാമ, മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇബ്നു ഖുദാമ പറഞ്ഞു, നഅം ഹദ്ദസനി മുബശ്ശിറുൽ ഹലബി. സത്യസന്ധനായ, പ്രാമാണികനായ, ആധികാരികതയുള്ള മുബശ്ശിറുൽ ഹലബി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇമാമേ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ലജ്ലാജ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അവരുടെ പിതാവ് അബ്ദുറഹ്മാനായ അലാ ഇബ്നു ലജ്ലാജ് എന്നവരെ കുറിച്ച് അവർ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുകയും എന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടണം, എന്നിട്ട് പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് എന്നെ ഖബറിലേക്ക് വെക്കണം. എന്നിട്ട് വഖറഉ ഇൻദ റഅസി ബിഫാത്തിഹത്തിൽ ബഖറ വഖാതിമതിഹാ, എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതണേ. ഫഇന്നി സമീഅതു ഇബ്നു ഉമർ എന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്,
യൂസി ബിദാലിക വയസ്തഹിബ്ബുഹു, അത് സുന്നത്താണെന്നും നല്ലതാണെന്നും പറഞ്ഞ് ഇബ്നു ഉമർ എന്ന ഹബീബിന്റെ സ്വഹാബി വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന ആ ഒരു ഹദീസ്, ആ ഒരു അസർ ഇബ്നു ഖുദാമ തങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യനോട് ചെന്ന് പറയണം യഖറഉ, ഖുർആൻ ഓതിക്കൊള്ളട്ടെ, ഖബറിന്റെ അരികത്ത് അയാൾ ഓതിക്കൊള്ളട്ടെ എന്ന് ഇമാം അഹ്മദ് എന്നവർ തിരുത്തി എന്ന വിവരം സംഭവ സഹിതം മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖലാൽ എന്നവര് വിശദീകരിച്ചിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, മുൻഗാമികളായ ആളുകൾ, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതണം, അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചവരാണ്. അത് സുന്നത്താണ്, അത് പുണ്യമാണ്. വീട്ടിൽ നിന്ന് ഓദിക്കോ, ഖബറിന്റെ അടുത്ത് വന്ന് ഓദിക്കോ. പുരുഷന്മാർ ഉസ്താദന്മാരോട്, കുട്ടികളോട്, മുതഅല്ലിമീങ്ങളോട് ഓതാൻ പറഞ്ഞോളൂ, അവർക്ക് എന്തെങ്കിലും പാരിതോഷം കൊടുത്തോളൂ, സന്തോഷിപ്പിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഹദിയ ചെയ്യാം, നമുക്ക് ഹദിയ ചെയ്യാം. ഇബ്നു തൈമിയ്യ മജ്മൂഉൽ ഫതാവയിൽ റഖ്ഖസ ഫീഹാ, ഖുർആൻ ഖബറിന്റെ അരികത്ത് ഓതുന്നതിന് വിരോധമില്ല, അത് ജായിസാണ്. ഇമാം അഹ്മദ് എന്നവരുടെയും മറ്റും വിഷയങ്ങൾ, ഇബ്നു ഉമർ എന്നവരുടെ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഇമാം അൽ ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, മഹാനവറുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. അനിൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സാലിഹ് അസ്സഅഫറാനി, ഇമാം ഷാഫിഈ തങ്ങളുടെ പ്രഗൽഭര ഷാഫിഈ തങ്ങളുടെ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ സുബാഹു അസ്സഅഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. ഹിജ്റ 160 വഫാത്തായ മഹാൻ. അവരുടെ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, 4 സുനന്റെ ഇമാമിയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, സഅൽതു ഷാഫിഇയ്യ, ഇമാം ഷാഫിഇയോട് ഞാൻ ചോദിച്ചു, അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബർ, മരിച്ചുപോയ ആളുടെ അരികത്ത് വെച്ച് ഖുർആൻ ഓതിയാൽ അവർക്ക് കൂലി കിട്ടുമോ, അതുകൊണ്ട് വിരോധമുണ്ടോ, എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ലാ ബഅസ ബിഹാ, അതിന് യാതൊരു പ്രയാസവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു കുഴപ്പവുമില്ലെന്ന് ഇമാം ഷാഫിഈ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ഷാഫിഈ മദ്ഹബിലെ ഷാഫിഈ ഇമാമിന്റെ തന്നെ പ്രഗൽഭനായ ശിഷ്യൻ മഹാനായ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സുബാഹു അസ്സഅഫറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാർ ചെയ്യുന്ന ഈ കാര്യം ആ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളോട് പിന്നെ എന്തിനാ ബിദ്അത്ത് എന്ന് പറയുന്നത്? നിങ്ങൾ ചെയ്യില്ലെങ്കിൽ വേണ്ട, അത് ചെയ്യുന്നവരോട് ബിദ്അത്ത് എന്ന് പറയല്ലേ. മഹാനായ ഇമാം ഖല്ലാൽ എന്നവര് ശഅബി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അൻസ്വാരികൾ അവരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരെ ഒറ്റക്കും കൂട്ടമായും അവര് ഖബറിന്റെ അരികത്ത് വന്ന് ഖുർആൻ ഓതുമായിരുന്നു. അൻസ്വാരികൾ ചെയ്തു, മുഹാജിറുകൾ ചെയ്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ, ഇബ്നു ഉമർ എന്നവര് അൻസ്വാരിയാണ്, വസിയത്ത് ചെയ്തു. ഇബ്നു തൈമിയ്യ അംഗീകരിച്ചു. 4 മദ്ഹബിന്റെ അഭിപ്രായവും അതുതന്നെ. ഇങ്ങനെയുള്ള ഒരു വിഷയമാണ് ഒരു ആയത്തും ഒരു ഹദീസും കവലയിൽ വെച്ച് ഓതിയിട്ട് മുസ്ലിമീങ്ങളിൽ ചെയ്യുന്ന ബിദ്അത്താണെന്ന് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തിവെക്കണം. വേറെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രാമാണികമായ ആളുകൾ, പ്രഗൽഭരായ പണ്ഡിതന്മാർ അംഗീകരിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയരുത് എന്ന് മാത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിർബന്ധാണോ? നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഖുർആനോ നിർബന്ധാണെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയില്ല. ഖുർആനോദൽ നിർബന്ധമല്ല. മരിച്ച മയ്യത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? മറ്റുപകാരങ്ങൾ. തൽഖീൻ, നമ്മുടെ മുല്ലാക്കാരൊക്കെ ഇരിക്കൂലേ, മരിച്ച് മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തലന്റെ അടുത്ത് ഇരുന്നിട്ട് പറയൂലേ, യാ അബ്ദല്ലാഹ് ഇബ്നു അബ്ദില്ലാഹ്, ഇന്നാലിന്നവന്റെ മകനെ, ഇന്നാലിന്നവന്റെ മോനെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ അരികത്ത് വരികയും നിന്നെ ഇരുത്തുകയും ചെയ്തിട്ട് മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക എന്നൊക്കെ ചോദിച്ചാൽ നീ പറയണേ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി എന്ന് പറയുന്ന തൽഖീൻ. അതിനെ സംബന്ധിച്ചും ആളുകൾ പറയും അത് ബിദ്അത്താണ്. اللهم ثبته عند السؤال، اللهم ألهمه الجواب، اللهم جاف القبر عن جنبيه، اللهم اغفر له ورحمه എന്നൊക്കെ പറയും. തസ്ബീത്ത് പറ്റും. ഇത് ബിദ്അത്താണെന്ന് പറയും. ബിദ്അത്താണെന്ന് പറയരുത്. തൽഖീനും മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അംഗീകരിച്ച, പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് പറയാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിന്റെ ബർക്കത്തെടുക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ. ഓരോരുത്തർക്കും അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ. ഹദീസ് തൽഖീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ദുഅഫുണ്ട്, ശരിയാണ്. പക്ഷേ ഫളായിലുൽ അമാൽ,
ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ദുഅഫുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ്. പോട്ടെ, ദുഅഫുള്ളതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം, എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആലിമീങ്ങൾ പറയാം. ആ ദുഅഫുണ്ട് എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ ദഫൻതുമുൽ മയ്യിത, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണത്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നത്, മഹാനായ ഇബ്നു മൻജ കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ഇബ്നു ഹലാൽ അവരുടെ കിതാബുകളൊക്കെ കൊണ്ടുവന്നു. നബി തങ്ങൾ പറയാ, ഒരു മയ്യിത്തിനെ നിങ്ങൾ മറവ് ചെയ്താൽ ഫൽയഖും അഹദുക്കും ഇൻദ റഅസിഹി, ഒരാൾ തലയുടെ അരികത്ത് നിൽക്കണം. ഫൽയഖുൽ, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്റെ മകനായവനെ. പാപ്പാന്റെ പേര് പറയാ, ഇയാളുടെ പേരും പറയാ, ഇന്നാലിന്ന. ഇപ്പൊ അബ്ദുള്ളന്റെ മകൻ മുഹമ്മദ് ആണ്, യാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ല. നിങ്ങൾ പറയുന്നു, ഫഇന്നഹു യസ്മഉ വലാ യുജീബ്, നിങ്ങൾ വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. സുമ്മൽ യഖുൽ, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്നവളുടെ, ഉമ്മാന്റെ പേര് പറയാം, ഉമ്മാന്റെ മകനെ, ഇന്നാലിന്നവളുടെ മകനെ. നബി തങ്ങൾ പറയുന്നു, അവനെ ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും. പിന്നെ പറയണം ഒന്നുകൂടെ, യാ ഫുലാന ഇബ്നു ഫുലാന, ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാലിന്നവളുടെ മകനെ. അപ്പോ മയ്യിത്ത് പറയും, അർഷിദിനാ റഹിമകല്ലാഹ്, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, എനിക്ക് പറഞ്ഞു തരൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യിത്ത് പറയുന്നുണ്ട്. വലാകിന്നകും ലാ തസ്മഊൻ, നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല. എന്നിട്ട് പറയണം, യാ അബ്ദല്ലാഹ് ഉദ്കുർ മാ ഖറജത അലൈഹി മിനദ് ദുനിയാ അന്നക തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടും പ്രവാചകനെ അംഗീകരിച്ചും ജീവിച്ചു പോയ ആളല്ലേ നീ. വ അന്നക റദീത ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവിന്റെ റസൂലിനെ നബിയായും ഇസ്ലാം മതമായും അംഗീകരിച്ചവനല്ലേ. ഖുർആനിന്റെ മാർഗ്ഗദർശിയായി നീ അംഗീകരിച്ചവനല്ലേ. വ ബിൽ ഖുർആനി ഇമാമാ. അങ്ങനെ പറയുമ്പോൾ മുൻകർ നകീർ മലക്കുകൾ പറയും, ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനി എന്ത് ചോദിക്കാനാണ്? ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത്, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും, പറയും അല്ലാഹു റബ്ബി. അത് കേൾക്കൂല എന്നാണോ നിങ്ങൾ പറയണത്? ഞാൻ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. തെൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു. ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും. പിന്നെ ഈ തൽക്കീന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? നബി തങ്ങൾ പറയാ, സലാം പറഞ്ഞാൽ ആര് ബന്ധുക്കൾ സലാം പറഞ്ഞാൽ എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആളാരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ തെളിവാണതിന്. ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു. വേണമെങ്കിൽ ആ വിഷയം രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി. ഇബ്നുൽ ഖയ്യിം തങ്ങളും ഇമാം നവവി തങ്ങളും ദിയാഉൽ മഖ്ദസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഈ ഹദീസിന്റെ ദുഅഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ശവാഹിദുകളുണ്ട്, അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അംറു ബിൻ ആസ് എന്നവര് വഫാത്താകാൻ കിടക്കുമ്പോ അംറു ബിൻ ആസ് എന്നവരുടെ ഒരു സംഭവമുണ്ട്. മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട്, മോനെ, ഉപ്പയുടെ കഥ പറയുന്നുണ്ട്, മോനെ, എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ. പിന്നെ ഹബീബായ നബി തങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം, ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എന്റെ അരികത്ത് നിൽക്കണേ. അസ്തഇനിസു ബിക്കും, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ടാകും. യാ അല്ലാഹ്, ഹത്താ അസ്തഇനിസ ബിക്കും, നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്ന് പോവരുത്. എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണേ. അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യാ? കഥ പറയും, നമ്മളെ പോലെ രാഷ്ട്രീയം പറയും. സ്വഹാബിമാർ എന്ത് ചെയ്യും? ഒന്നുകിൽ ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ നന്മ ചെയ്യും, നല്ലത് പറയും. ഹത്താ അസ്തഇനിസ ബിക്കും, നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ, എന്നെ ഒറ്റക്കാക്കി പോകരുത്. നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തൽഖീൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ?
ആ നിൽക്കുന്നത് മയ്യത്തിന് ആശ്വാസമല്ലേ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലഹു ഹുക്മുർ റഫ്ഇ എന്ന് പറയും. ഇത് ഹബീബായ നബിയിൽ നിന്ന് കേൾക്കാതെ ഒരു സ്വഹാബിയും അദൃശ്യ ലോകത്തെ കുറിച്ച് പറയില്ല. ഇത് റഫ്ഇന്റെ ഹുക്മുള്ള ഹദീസാണെന്ന് പറയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റേത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. അംർ ഇബ്നുൽ ആസ് എന്നവരുടെ അഥർ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് തൽഖീനിന്റെ സംഭവത്തിന് ഉപോത്ബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാം, ഇമാം അശ്ശൻഖീതി മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ്. ബിദ്അത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുബ്തദിഅകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. ഇമാം അശ്ശൻഖീതി എന്നവര് പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മുഹമ്മദ് അമീൻ അശ്ശൻഖീതി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് അദ്വാഉൽ ബയാൻ ഫി ഇളാഹിൽ ഖുർആൻ ബിൽ ഖുർആൻ, 4ാമത്തെ വോള്യം 437ാമത്തെ പേജ്. هذا الأثر عن عمرو بن العاص له حكم الرفع إلى نبينا. عمرو بن العاص എന്നവരെ ഈ പറയുന്ന സംഭവം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതായിരിക്കണം. ഇത് ഹബീബിൽ നിന്ന് ഡയറക്റ്റ് കേട്ടതുപോലെ ആണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം ശൻഖീതി തങ്ങൾ പറയുന്നുണ്ട്.